ഐ ഹാവ് ഡൺ, ഐ ഡിഡ്. ഇവ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതോ ഒരേ അർത്ഥത്തിലാണോ യൂസ് ചെയ്യുന്നത്? ഐ ഹാവ് ഡൺ, ഐ ഡിഡ് ഒരേ അർത്ഥത്തിലല്ല. ഇവ തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കിയേ, കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള വാക്കുകളല്ലേ? ഈ വാക്കുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു കാര്യം ഇപ്പോൾ വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം നടന്ന സമയം പറയുന്നതുമില്ല. ഒരു കാര്യം ഇപ്പോൾ വരെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം നടന്ന സമയം പറയുന്നതുമില്ല. പാസ്റ്റിൽ ചെയ്തതാണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനോട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഇപ്പോഴും റെലവെന്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ഹാവ് ഡൺ യൂസ് ചെയ്യുന്നത്. ഹാവ് ഡൺ മാത്രമല്ല, ഹാസ് ഡണ്ണും നമുക്ക് യൂസ് ചെയ്യാം. ഹാവ് ഡൺ മാത്രമല്ല, ഹാസും നമുക്ക് യൂസ് ചെയ്യാം. ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ ഹാസ് ഡൺ യൂസ് ചെയ്താലും ശരിയാണ്. തമ്മിലുള്ള വ്യത്യാസം, ഹാവ് നമ്മൾ എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റുകളുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ, യു, വി, ദേ അല്ല. ഇതിന് പകരം ഏതെങ്കിലും പ്ലൂറൽ നൗൺസ് ആയാലും ഹാവ് ഡൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ആണ്, ഹാവ് അല്ല. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്. അതല്ല, ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആണെങ്കിലും ഹാസ് ഡൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. കണ്ടിട്ടുണ്ട്, ഹാസ് സീൻ. സബ്ജക്റ്റിനനുസരിച്ച് ഹാവ് സീൻ എന്നും എഴുതാം. പോയിട്ടുണ്ട്, ഹാവ് ഗോൺ. വന്നിട്ടുണ്ട്, ഹാസ് കം. എഴുതിയിട്ടുണ്ട്, ഹാവ് റിട്ടൺ. അപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം എഴുതാൻ സാധിക്കും. ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾക്ക് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് വെർബിന്റെ മൂന്നാമത്തെ രൂപം. ഇനി ഹാസ് ഡൺ, ഹാവ് ഡൺ വെച്ചിട്ട് കംപ്ലീറ്റ് സെന്റൻസസ് എഴുതി നോക്കാം. ഉദാഹരണത്തിന്, ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. പാസ്റ്റിലാണ്, ഇപ്പോഴും റെലവെന്റ് ആണ്. അപ്പോ ഞാൻ ആയതുകൊണ്ട് ഐ ഹാവ് ഡൺ ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ഡൺ ഹോംവർക്ക്. അപ്പൊ ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഹാവ് ഡൺ യൂസ് ചെയ്തത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എഴുതാം? ഐ ഹാവ് ചെയ്തിട്ടുണ്ട്, ഡൺ the payment. I have done the payment. ഞാൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൺ തന്നെ വരണം എന്നില്ല കേട്ടോ. നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ വെർബിന്റെ മൂന്നാമത്തെ രൂപമാണ് യൂസ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ, എൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ പോയതാണ്, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് എഴുതാം, ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് വെർബാണോ അതിൻ്റെ മൂന്നാമത്തെ രൂപം. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്.
ഇവിടെ നഷ്ടപ്പെടുക എന്നതാണല്ലേ ആക്ഷൻ. അപ്പോൾ അതിന്റെ തേർഡ് ഫോം. ഇനി ഇതേ കാര്യം ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവൻ അവളെ വിളിച്ചിട്ടില്ല. അവൻ അവളെ ഇതുവരെ അല്ലെങ്കിൽ ഇപ്പോഴും വിളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എഴുതാം ഹി. സിംഗുലർ അല്ലേ, ഹാവിന് പകരം ഹാസ്. ഇനി വിളിച്ചിട്ടില്ല എന്നാ പറഞ്ഞത്, നെഗറ്റീവ് ആക്കണം അല്ലേ. അപ്പൊ നമ്മള് നോട്ട് ചേർക്കും. ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാസൻറ്റ്. ഹി ഹാസൻറ്റ് കോൾഡ്. വെർബിന്റെ മൂന്നാമത്തെ രൂപം ഹർ യെറ്റ്. ഇതുവരെ. യെറ്റ്. ഹി ഹാസൻറ്റ് കോൾഡ് ഹർ യെറ്റ്. അവൻ അവളെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഹി ഹാസൻറ്റ് കോൾഡ് ഹർ യെറ്റ്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എഴുതാം ഐ ഹാവൻറ്റ് ഡൺ മൈ ഹോംവർക്ക്. ഐ ഹാവൻറ്റ് ഡൺ മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടില്ല. ഐ ഹാവൻറ്റ് ഡൺ മൈ ഹോംവർക്ക്. ഇനി ഡിഡ് ആണെങ്കിലോ, എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ സമയത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിഡ് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ സമയത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിഡ് യൂസ് ചെയ്യാം. മാത്രമല്ല അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയൊരു സമയം മെൻഷൻ ചെയ്യുന്നുണ്ടല്ലേ. എല്ലാ സെന്റൻസിനും അത് നിർബന്ധമില്ല, എന്നാലും എക്സാമ്പിൾസ് നോക്കാം. ഇന്നലെ ഞാൻ ഹോംവർക്ക് ചെയ്തു. ഇന്നലെ ഞാൻ ഹോംവർക്ക് ചെയ്തു. ചെയ്തു എന്ന് പറയുമ്പോൾ ആ ആക്ഷൻ അവിടെ കംപ്ലീറ്റ് ആണ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചെയ്തു എന്ന് പറയുമ്പോൾ ആ ആക്ഷൻ കംപ്ലീറ്റ് ആണ്. മാത്രമല്ല ഒരു ടൈം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇന്നലെ. അപ്പൊ പാസ്റ്റ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഐ ഡിഡ് മൈ ഹോംവർക്ക്. ഇന്നലെ അല്ലേ, യെസ്റ്റർഡേ. ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. അടുത്ത സെന്റൻസ്. 2 ദിവസം മുൻപ് ഞാൻ പേയ്മെന്റ് ചെയ്തു. 2 ദിവസം മുൻപ് ഞാൻ പേയ്മെന്റ് ചെയ്തു. ഐ ഡിഡ് ദ പേയ്മെന്റ് 2 days ago. 2 days ago. I did the payment 2 days ago. 2 ദിവസം മുൻപ് ഞാൻ പേയ്മെന്റ് ചെയ്തു. ആക്ഷൻ അവിടെ കംപ്ലീറ്റ് ആണ്. ചെയ്തു. I did the payment 2 days ago. ഇവിടെയും ഒരെണ്ണം നമുക്ക് നെഗറ്റീവ് നോക്കാം. ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന അർത്ഥത്തില്. ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചില്ല. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഐ ഡിൻറ്റ്. ഡിഡ് നോട്ട് ആണ്. അപ്പോ ഐ ഡിൻറ്റ് ഈറ്റ് ഫുഡ് യെസ്റ്റർഡേ. യെസ്റ്റർഡേ. ഐ ഡിൻറ്റ് ഈറ്റ് ഫുഡ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ ഫുഡ് കഴിച്ചില്ല. ഇല്ല എന്ന അർത്ഥത്തിനാണ് നമ്മൾ ഡിഡിൻറ്റ് യൂസ് ചെയ്തത്. ഒന്നിച്ച് പറയുമ്പോൾ ഡിൻറ്റ് എന്ന് പറയുന്നു. ഐ ഡിൻറ്റ് ഈറ്റ് ഫുഡ് യെസ്റ്റർഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹാവ് ഡൺ, ഡിഡ് ഇവ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി സംസാരിക്കുമ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.